നമസ്കാരം. വീട്ടമ്മാസിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. അതായത് ഒരു പാക്കറ്റ് പപ്പടം ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് പപ്പട ബജി ഉണ്ടാക്കാം. അപ്പോൾ പപ്പട ബജിയാണ് ഇന്നത്തെ വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പപ്പട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പെരിഞ്ചീരകം പൊടി 1/4 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ കായം, ഉപ്പ് വളരെ കുറച്ച്, കാരണം പപ്പടത്തിൽ ഉപ്പുള്ളത് കാരണം വളരെ കുറച്ച് ഉപ്പ് മതി. പിന്നെ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ആ പാകത്തിന്, ബജി ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിന് നല്ല കുറുകിയിരിക്കണം. പപ്പടത്തിലൊക്കെ കോട്ട് ചെയ്യുന്ന രീതിയിൽ മാവ് ഒരുപാട് ലൂസായി പോകരുത്. ആ ഒരു പരുവത്തിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് ബജികളുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ വീഡിയോ ഇട്ട് 5 തരം ബജികൾ, ഒരൊറ്റ ബാറ്ററിൽ 5 തരം ബജികൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുട്ട, പൊട്ടറ്റോ, വഴുതനങ്ങ, കായ, മുളക്, ഈ 5 ബജികളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതുകൂടാതെ ഓക്ര ബജി, വെണ്ടയ്ക്ക ബജി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് പോയി കാണുക. ഞാൻ മേളിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ബജി. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പപ്പടം എടുക്കാം. അപ്പോൾ പപ്പടം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 2ആയിട്ട് നമുക്ക് മുറിച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 4ആയിട്ട് മുറിച്ചിട്ടും ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അതുപോലെ പപ്പടത്തിൽ ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം, ഒരു കമ്പി വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലേ. കാരണം പപ്പടം ഇങ്ങനെ പൊങ്ങി ഒരുപാട് പൊള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി മാവ് നമുക്ക് കോട്ട് ചെയ്തിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഈ മാവിൽ നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന കടലമാവ് ഉണ്ടല്ലോ, ആ ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് പപ്പടം ഓരോന്നായിട്ട് ഇങ്ങനെ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പപ്പടത്തിൽ ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, പപ്പടം ഇങ്ങനെ ഒരുപാട് പൊള്ളി വന്നു കഴിഞ്ഞാൽ ഈ മാവെല്ലാം അങ്ങ് പോവും. അപ്പോൾ മാവ് ഇതിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് പൊള്ളണ്ട പപ്പടം. സാധാരണ നമുക്ക് പൊള്ളി വരുന്ന പപ്പടം ഇഷ്ടമല്ലേ. അപ്പോൾ ഇതിന് പപ്പട ബജിക്ക് പപ്പടം അങ്ങ് പൊങ്ങി വരണ്ട. ഇത് ശരിക്കും പപ്പട വടയല്ല കേട്ടോ, പപ്പട ബജിയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ പോയപ്പോഴത്തേക്ക് ആ തണുപ്പത്ത് ഇങ്ങനെ ഒരു ചായയും ചൂട് പപ്പട ബജിയൊക്കെ കൂടെ കിട്ടിയത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമല്ലേ. ഇച്ചിരി ഒരു പാക്കറ്റ് പപ്പടം ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ, എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളല്ലേ, കടലമാവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായവും ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു 4 മണി പലഹാരം, നമ്മൾ പറയത്തില്ലേ ചായ അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്ന സമയം കൊണ്ടൊരു ചായക്കടി എന്നൊക്കെ പറയത്തില്ലേ, സെയിം സംഭവമാണ്. ഒരു പാത്രം നിറയെ നമുക്ക് പപ്പട ബജി ഉണ്ടാക്കാം. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.